ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാച്ചസ് വേൾഡ്. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശ്രേയക്കുട്ടിയുടെ അരങ്ങേറ്റത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ യാത്രയിലാണ് ഞങ്ങളവിടെ എത്തിയപ്പോൾ കല്ലും ചേച്ചിയും അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വഴി തെറ്റി, പക്ഷെ കണ്ടുപിടിച്ച് ഞങ്ങൾ എത്തി. പക്ഷെ അമ്മ കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ട് അമ്മയും പാച്ചും കൂടിയിട്ട് ബസ്സിനാട്ടോ വന്നത്. ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന ആൾക്കാർ. ഞങ്ങൾക്ക് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരുക ചെയ്ത്. അപ്പോൾ ചേച്ചിയും ശ്രേയയും ഉണ്ണിയേട്ടനൊക്കെ തലേ ദിവസം രാത്രി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രേയയ്ക്ക് ഉറക്കം ശരിയായിട്ടില്ല വെച്ചാൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഛർദി, തലവേദന, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ബുദ്ധിമുട്ടാവേണ്ട അരങ്ങേറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം റൂം എടുത്തിട്ട് റൂമിലേക്ക് വരികട്ടോ ചെയ്തത്. രാവിലെ 6 മണിക്ക് തന്നെ മേക്കപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ എന്തൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചു. അവൾക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ. അവൾക്ക് ഒരു വലിയ ടെൻഷനില്ല, ഞങ്ങൾക്കാണ് ടെൻഷൻ മുഴുവൻ. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു സെറ്റാക്കി വെച്ചതല്ലേ. അപ്പം അതൊന്നും നടന്നില്ല വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ വിഫലമായി പോവില്ലേ. അപ്പം അതുകൊണ്ടുള്ള ഒരു ടെൻഷനാണ് ഞങ്ങൾക്ക്. അപ്പം ദൈവം സഹായിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. ഡോക്ടറിനെ 2 ദിവസം മുന്നേ കാണിച്ചു, എന്നിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് തന്നെ മുഖത്തുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാർമുടിയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേറെ പരിപാടികൾ, അല്ലറ ചില്ലറ പരിപാടികൾ കൂടി സെറ്റാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ ശരിക്കും ഗുരുവായൂർ പോയപ്പോൾ രാവിലെ നേരത്തെ പോയത് തന്നെ തൊഴാൻ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവിടുത്തെ ബഹളും കാര്യങ്ങളൊക്കെ കൂടി കണ്ടപ്പോൾ തൊഴാനുള്ള സമയം ഉണ്ടായില്ല. എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മേക്കപ്പ് റൂമിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്നത് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നോക്കുമ്പോൾ 12:30. അപ്പോൾ പിന്നെ ഇന്നീ അകത്ത് കയറി തൊഴൽ നടക്കില്ല. പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോയി തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയിട്ടോ. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനും അമ്മയും കുട്ടികളും കൂടി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ക്യൂവിൽ നിന്നു. എന്തോ ദൈവഗുരുത്തം എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ക്യൂവിൽ നിന്ന് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ കൃഷ്ണൻ വിളിച്ച് തന്നു ചോറ്. അപ്പോൾ രണ്ട് ചേച്ചിമാർ വന്നു. അവരുടെ അടുത്ത് ഒരു ടോക്കൺ ഉണ്ട്. ആ ടോക്കണിൽ 3 പേർക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കുട്ടികളെന്നായിട്ട് ക്യൂവിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിന്ന് ആ ടോക്കൺ വാങ്ങി നേരെ സ്റ്റാഫിൻ്റെ ടോക്കണത്. അപ്പോൾ അതും കൊണ്ടിട്ട് സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ പോയിട്ട് ഞാനും അമ്മയും ഉണ്ണിയേട്ടനെ ഫോൺ വിളിച്ചിട്ട് വരുത്തി ഉണ്ണിയേട്ടനും കൂടിയിട്ട് ഭഗവാന്റെ ചോറുണ്ട്. കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ടോക്കൺ കൂട്ടണില്ല. കുട്ടികളെ ഒരംഗമായിട്ട് കൂട്ടണില്ല. വലിയവരേനെ മാത്രമേ 1, 2, 3 പറഞ്ഞിട്ട് എണ്ണണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ചോറുണ്ണാൻ പറ്റി, സുഖമായിട്ട് ചോറുണ്ണാൻ പറ്റി. ചോറുണ്ടിട്ട് ഫോൺ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി ഒക്കെ അന്ന് ചുറ്റാമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതു. ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നില്ല, എന്നാലും വിളക്കുകാലിൻ്റെ അവിടെയൊക്കെ നിന്ന് കൊടിമരത്തിൻ്റെ ഒക്കെ അവിടെ അടുത്ത് നിന്നിട്ട് നന്നായി തൊഴുതു കേട്ടോ. പക്ഷെ അകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അവിടെ ഉള്ളിലൊക്കെ എത്തിയല്ലോ. ഭഗവതിനെയും അയ്യപ്പനെയൊക്കെ കണ്ട് തൊഴുതു. എന്നിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. നമ്മളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 13 പിള്ളേരുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കുമല്ലോ. ഓരോരുത്തർക്കും അത്യാവശ്യം സമയം എടുത്തിട്ടാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. 4 പേരുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസ് ഒരാൾ, ഹെയർ കെട്ടാൻ ഒരാൾ, പിന്നെ അക്സസറീസൊക്കെ വെക്കാൻ ഒരാൾ, പിന്നെ ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ ഒരാൾ, അങ്ങനെ മൊത്തം സെറ്റ് ഡ്രസ്സും ഇതൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാൻ ഒരാൾ, അങ്ങനെ 4 പേരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മേക്കപ്പൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. സൂര്യനും ചന്ദ്രനും അത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. മാട്ടി വയ്ക്കുമ്പോഴൊന്നും തൊഴില്ല. സൂര്യനും ചന്ദ്രനും തലയിൽ വെക്കുമ്പോൾ അതിങ്ങനെ തൊഴുതതിന് ശേഷം കണ്ണിൽ വെച്ചതിന് ശേഷം കേട്ടോ അത് തലയിൽ ഫിക്സ് ആക്കിയത്. അത് കഴിഞ്ഞ് കമ്മലും ഒക്കെ ഇട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ മോളെന്നെ കാണാൻ. നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. ഇവിടെ മേക്കപ്പിൻ്റെ സംഭവങ്ങൾ, ഇവിടെ ആക്സസറീസും മാലയും ഒക്കെ ആകെ വലിച്ചു വാരിയിട്ടൊക്കെ കേട്ടോ. കാരണം ഓരോരുത്തർക്ക് ഇങ്ങനെ വേഗം എടുത്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അത് ഒതുക്കി ഒരുപോലെ എടുക്കാനൊന്നും സമയമില്ല. കിട്ടിയത് വേഗം എടുത്ത് കാരണം ആകെ കൂത്ത് പറഞ്ഞിട്ടാട്ടോ കിടക്കണേ. അപ്പം അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക്
നമ്മുടെ സന്തോഷം അതല്ലേ വലുത്. ശ്രേയമോൾ ഇങ്ങനെ പുറപ്പെട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നമുക്കൊരു പുതുമ ഇല്ല കേട്ടോ. കാരണം അവൾ തന്നെ ഒരുപാട് സ്റ്റേജുകളിൽ കയറ്റിയിട്ടുണ്ട്. നാടോടി നൃത്തമൊക്കെ അടിപൊളിയായിട്ട് കളിക്കും. അപ്പോൾ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ട് കളിക്കണില്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഡാൻസ് പഠിക്കാൻ ചേർത്തിട്ടില്ല എന്നുള്ളൊരു വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവളൊരു ചേർന്നിട്ട് 1 വർഷം 1.5 വർഷമാകുമ്പോഴത്തേന് അരങ്ങേറ്റമായി. ഇപ്പോൾ ഇവിടെ ഇതിൽ തന്നെ പഠിക്കണ 4 വർഷമായിട്ട് പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും എത്രയും പെട്ടെന്ന് അരങ്ങേറ്റത്തിലേക്ക് എത്തിയല്ലോ. അവൾ വേഗം വേഗം പഠിച്ചെടുത്ത് അടവുകളൊക്കെ. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ എങ്ങനെ ഈ ഭരതനാട്യത്തിൻ്റെ മേക്കപ്പിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാലും മൊത്തം ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവളെ കണ്ടുള്ള കാരണം നമുക്കൊരു പുതുമ തോന്നണില്ല. പുതിയതായിട്ട് നല്ലൊരു ഒരു വ്യത്യാസം പോലെ തോന്നണില്ല. ചേച്ചി നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും. ചേച്ചിയാണ് അവൾക്ക് ഇവിടെ നാട്ടിൽ അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലും പരിപാടികളൊക്കെ വരുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയായിട്ട് മേക്കപ്പ് ചെയ്തെടുക്കുക. ചേച്ചി നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള കാരണം ഞങ്ങൾക്ക് പുതുമയില്ല. പക്ഷെ ഇങ്ങനൊരു വേഷത്തിൽ ആദ്യമായിട്ടാണെന്ന് മാത്രം. ഇത്രയും തലയിലും ഒക്കെ വെച്ചിട്ട് കാണുന്നത് ആദ്യമായിട്ടാണെന്ന്, അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആൾ നല്ല സൂപ്പറായിട്ടുണ്ട്. നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒക്കെ ഒരു വിശേഷങ്ങൾ. അവിടെ 2-3 വേറെ കുച്ചിപ്പുടിയുടെയൊക്കെ ഒരു കുട്ടീൻ്റെ അതിൻ്റെ ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഇവരാണ് മുഖം ചെയ്തത് കേട്ടോ, മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്തത്. ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ടൊരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇതിൻ്റെ നമ്മളെ കൂടെ നിന്നിട്ട് പിന്നെ അവളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അത്. കണ്ടോ, സുന്ദരിയല്ലേ? ഇത് അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണം. ബാക്കി എല്ലാവർക്കും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും എനിക്കും അച്ഛനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ അവിടെ നിന്ന് കൊടുക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് വേണം വരാൻ എന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ച്. ചിലതൊന്നും എനിക്ക് കിട്ടിയില്ല. ഞങ്ങൾ അമ്പലത്തേക്ക് പോകുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടാണ്. എന്നിട്ട് ഇവിടെ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ 3:30 നമുക്ക് 4 മണി മുതൽ 5 മണി വരെയാണ് സ്റ്റേജ്. അപ്പോൾ കറക്റ്റ് 4 മണിക്ക് എത്തണം. 3:30 കഴിഞ്ഞതിന് ശേഷമാണ് ദക്ഷിണ കൊടുക്കലൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ കൊടുക്കാണ്ട് അതൊക്കെ നടക്കല്ലേ. അപ്പം ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തിട്ട് ടീച്ചറുടെ കയ്യിൽ നിന്ന് ചിലങ്ക വാങ്ങിക്കുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ കൊടുക്കണത്. മറ്റേത് ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഇവരുടെ പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെ പ്രൊമോ വീഡിയോ ഒക്കെ എടുക്കണ ആ ഒരു സമയത്ത് കൊടുത്തു. എന്നിട്ട് കാൽമൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ ടീച്ചർ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കൊടുക്കണത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് എക്സ്ട്രാ പൂജിക്കുകയും ചെയ്തതാണ് കേട്ടോ ചിലങ്കയൊക്കെ. ചേച്ചി എന്നിട്ട് ചിലങ്കയൊക്കെ മോളുടെ കാലിൽ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ എടുത്തെന്ന് മാത്രം. പിന്നെ അവിടെ ടീച്ചർക്ക് അങ്ങനെ എന്താ പറയുക ദക്ഷിണയൊക്കെ കൊടുത്ത് അവരൊക്കെ ഒരുവിധം എല്ലാവരും ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞു. ഇനി 5 ഫോട്ടോസാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പോസ് പറഞ്ഞു കൊടുക്കണമല്ലും ഓരോരുത്തരുടെയും 5-5 ഫോട്ടോ വെച്ചിട്ട് എടുക്കണ്ടേ. അപ്പം അതിൻ്റെ ഫോട്ടോ എടുപ്പലും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നമുക്ക് സമയം തീരില്ലാത്ത തന്നെ പെട്ടെന്നാണ് കേട്ടോ. വരിക്ക് നിൽക്കാൻ പറഞ്ഞു. ഒരാളെ കഴിയുമ്പോഴത്തേന് അടുത്ത ആൾ എന്നുള്ള രീതിയിൽ വേഗം വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടപ്പട്ടേന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഫസ്റ്റ് ശ്രേയമോളായിട്ട് വിളിച്ചിട്ടുണ്ടായത്. അങ്ങനെ കുട്ടികൾ ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാതും കഴിഞ്ഞിട്ട് കുട്ടികളുടെ വക ടീച്ചർക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും നാളായിട്ട് ടീച്ചർ പഠിപ്പിക്കണമല്ലേ. അപ്പോൾ ടീച്ചർക്ക് ഒരു സമ്മാനം കൊടുത്തതിന് ശേഷം സ്റ്റേജിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ പേരൻസും കൂടി ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ടീച്ചർക്ക് കൈമാറുകയാണ് കേട്ടോ. അങ്ങനെ ടീച്ചർക്ക് സമ്മാനം കൊടുക്കണതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ ഫോട്ടോ ഇല്ലേ, ഓരോ പോസൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഫേസൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതും നല്ല ഭംഗി തോന്നുന്നതുമായിട്ടുള്ള പോസുകളൊക്കെ ആലോചിച്ച് വെച്ചോളാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശ്രേയനെ വിളിച്ചു. കാരണം ശ്രേയയ്ക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ അവരൊക്കെ ഓരോ പോസ് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ബാക്കിയുള്ള ബാക്കി എല്ലാവരും പോസുകൾ ഓരോന്ന് ആലോചിച്ചിട്ട് ബഹളം വെക്കുകയായിരുന്നു. ഏതാ വേണ്ടതെന്ന്. ടീച്ചറും വേറൊരു ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറും എല്ലാവരും കൂടി സഹായിച്ചിട്ട് പോസൊക്കെ സെറ്റായി.
ഇത് കുഞ്ഞിപ്പെണ്ണുണ്ടല്ലോ, അവള് കിടന്ന് ചീറണ കാരണം ഒന്നും ചെയ്യാൻ പറ്റണില്ല ചേച്ചിക്ക്. ചേച്ചി അനങ്ങിയ അവൾ ചീറിയും കൊണ്ടാണ്. അപ്പോൾ ചേച്ചി പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അത് കാരണം ഞാൻ മേക്കപ്പ് ചെയ്തവർക്കൊക്കെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് കേട്ടോ പോയത് അവളുടെ കൂടെ. അപ്പം അതൊക്കെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു. കാലുമൊന്നും തൊടണ്ട, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് വേറൊരു ഡാൻസ് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ആ ടീച്ചർക്കും ദക്ഷിണ കൊടുത്തിട്ട് നമ്മൾ വേഗം തന്നെ അമ്പലത്തേക്ക് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ ശ്രേയക്കുട്ടി, ഇടത്തുനിന്ന് രണ്ടാമത്തെയാണ്. ഇങ്ങനെ അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ പാട്ട് ആഡ് ചെയ്യണില്ല. പറ്റുവാണെങ്കിൽ ഞാൻ വേറൊരു കോപ്പിറൈറ്റ് വരുമോ എന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ട് വയ്ക്കാത്ത. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് വെച്ചതിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പാട്ടുകൾ വയ്ക്കുന്നില്ല. ഇതാണ് അവളുടെ ഫസ്റ്റത്തെ ഡാൻസ്. അപ്പം നല്ല അടിപൊളിയായിട്ട് മൂപ്പര് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ കളിക്ക് മൂപ്പർക്ക് മുഖത്തൊരിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ ഗുരുവായൂർ പോയിട്ട് ഇത്രയും വലിയൊരു സ്റ്റേജിൽ കളിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ടെൻഷൻ, അത് മുഖം കണ്ടറിയാം. നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ അവളെന്നെ സ്റ്റേജിന്മേൽ കാണുന്നത്. അതുകൊണ്ട് അവളുടെ മുഖം കണ്ടപ്പോഴേക്കും മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന്. ചേച്ചി എന്നിട്ട് ഓടിപ്പോയിട്ട് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞ് സെറ്റപ്പാക്കി. ബാക്കി എല്ലാ കളിയും അടിപൊളിയായിട്ട് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടീച്ചറുടെ വക കളിച്ച കുട്ടികൾക്കുള്ള ഒരു സമ്മാനമാണിത്. എല്ലാ കുട്ടികൾക്കും ഓരോ മൊമെൻറ്റോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ പക്കമേളത്തിലുള്ള അവരാണ്. അപ്പോൾ അവർക്കും ഓരോ മൊമെൻറ്റോ കൊടുത്തിട്ട് ടീച്ചർ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു കേട്ടോ. ടീച്ചറുടെ ആദ്യത്തെ അരങ്ങേറ്റമാണ്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടാവും, അത് പറയാൻ പറ്റില്ല. നമുക്ക് വലിയ പോരായ്മകളായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ടീച്ചർക്ക് ഹെൽത്ത് പരമായിട്ട് കുറച്ച് വയ്യ. അതിൻ്റെ ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ, ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ എന്നുള്ളത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടീച്ചർ അടിപൊളിയായിട്ട് തന്നെ ഫുൾ എനർജിയുമായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു പ്രോഗ്രാമൊക്കെ. ഡാൻസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കളിച്ചു. കുട്ടികളും നന്നായി കളിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കണ ഒരു തിരക്കായിരുന്നു. എല്ലാ പരിപാടികളും അടിപൊളിയായി. കുട്ടികളൊക്കെ നന്നായി ഡാൻസ് കളിച്ചു. പ്രോഗ്രാമൊക്കെ അടിപൊളിയായി. എല്ലാം അവസാനിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. നമ്മളതിനെ സ്റ്റേജിൻ്റെ മീതയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ എല്ലാവരും ഇരിക്കണത് കണ്ടു. അതിൻ്റെ ഇടയിൽ ചേച്ചിയും കണ്ടു. കുട്ടികളുള്ള കാരണം പിന്നെ കുറേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കണ കാരണം അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടി ഭയങ്കര വർത്തമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപ്പു നിൽക്കുന്നുണ്ട്. അപ്പുവിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അപ്പു ഓടുകട്ടനി. അയ്യോ വീഡിയോ പറഞ്ഞിട്ട് ഓടുകടവേ. അപ്പോൾ ഏട്ടന്മാർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയില്ല. പക്ഷെ വല്യമ്മ വന്നു. വല്യമ്മയ്ക്ക് വയ്യാച്ചാലും വല്യമ്മ വന്നു. ഏട്ടത്തിയമ്മമാർ വന്നു, കുട്ടികൾ വന്നു, സിന്ധേച്ചി വന്നു, കണ്ണനും വൈകിയും ഭാഗ്യേച്ചി ഉണ്ടായിരുന്നു, അമ്മമ്മ, മേമ, കുഞ്ഞുമോള്, നമ്മളുടെ മിന്നുകുട്ടി, കോമളേച്ചി, അങ്ങനെ സുരമാമ, പിന്നെ രജനി അമ്മായി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും അവളുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം റൂമിൽ വന്ന് മേക്കപ്പൊക്കെ അഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് എല്ലാം പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും ചാച്ചും പാറും കൂടിയിട്ട് സ്കൂട്ടിയുമ്മ പോന്നു. ഇനി ഞങ്ങൾ ഓട്ടോയിൽ പോരണ എഴുത്തമ്മേനെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ കുറച്ച് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. എഴുത്തമ്മേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും കൂടി വണ്ടി കയറി. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.